ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ രേഖ പുറത്ത്. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയെ ചൊല്ലി കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് പോര് ശക്തമാകുന്നതിനിടെ ഹൈക്കമാൻഡ് നിരീക്ഷകരുടെ പക്കലുള്ള അതീവ രഹസ്യരേഖ പുറത്തായി. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള പ്രമുഖർ KC വേണുഗോപാലിനെ പിന്തുണയ്ക്കുന്നു എന്ന സൂചന നൽകുന്ന പട്ടികയാണ് പുറത്തുവന്നത്. MLA-മാരുടെ ഹിതപരിശോധനയ്ക്ക് ശേഷം നിരീക്ഷകർ പുറത്തിറങ്ങിയപ്പോൾ പകർത്തിയ ചിത്രമാണ് ഇപ്പോൾ ചർച്ചയായിരിക്കുന്നത്. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണം. ദേഹത്ത് പെട്രോൾ ഒഴിച്ച കോൺഗ്രസ് പ്രവർത്തകന്റെ പ്രതിഷേധം. VD സതീശനെ മുഖ്യമന്ത്രിയാക്കണമെന്നാവശ്യപ്പെട്ട് കടുത്തുരുത്തിയിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ പ്രതിഷേധം. ദേഹത്ത് പെട്രോൾ ഒഴിച്ചാണ് കോൺഗ്രസ് പ്രവർത്തകനായ കടുത്തുരുത്തി സ്വദേശി ഫ്രാൻസിസ് പ്രതിഷേധിച്ചത്. VD സതീശനെ പിന്തുണച്ച സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങിയിരുന്നു. ഇന്നും വിവിധ ജില്ലകളിൽ സതീശനെ അനുകൂലിച്ച് റാലികൾ നടക്കുന്നുണ്ട്. വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസുമായി വെച്ചുമാറുന്ന പ്രശ്നമില്ലെന്ന് മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് ഏറ്റെടുത്ത് പകരം മറ്റൊരു പ്രധാന വകുപ്പ് ലീഗിന് നൽകുന്ന കാര്യം കോൺഗ്രസ് ആലോചിക്കുന്നതായി അഭ്യൂഹങ്ങൾ നിലനിന്നിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഷാജി ലീഗിന്റെ നിലപാട് വ്യക്തമാക്കിയത്. വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യത്തിൽ ലീഗ് യാതൊരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല. നിലവിൽ രണ്ടായിട്ടുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിനെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിനെയും ഒന്നാക്കുമെന്ന് KM ഷാജി പറഞ്ഞു. UDF സർക്കാരിൽ ലീഗിന്റെ പ്രതിനിധിയായി മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന നേതാവാണ് KM ഷാജി. പാചകവാതക വിലക്കയറ്റത്തിൽ കാറ്ററിംഗ് മേഖല സ്തംഭനാവസ്ഥയിൽ. ദിനംപ്രതി ഉയരുന്ന പാചകവാതക വിലയും വിപണിയിലെ കടുത്ത ക്ഷാമവും കേരളത്തിലെ കാറ്ററിംഗ് വ്യവസായത്തെ തകർച്ചയുടെ വക്കിലെത്തിക്കുന്നു. സിലിണ്ടറുകളുടെ ലഭ്യത ഉറപ്പില്ലാത്തതിനാൽ പുതിയ ഓർഡറുകൾ എടുക്കാൻ വ്യാപാരികൾ മടിക്കുകയാണ്. ഇത് വരാനിരിക്കുന്ന വിവാഹ സീസണുകളെയും ആഘോഷങ്ങളെയും നിഴലാക്കുന്നു. ഇതിനകം നൂറുകണക്കിന് ഓർഡറുകൾ റദ്ദാക്കേണ്ടി വന്നതായി സംരംഭകർ പറയുന്നു. മാസങ്ങൾക്ക് മുമ്പ് തന്നെ വിവാഹാവശ്യങ്ങൾക്കും മറ്റും ഓർഡർ സ്വീകരിച്ചവർ ഓട്ടത്തിലാണ്. സിലിണ്ടർ കിട്ടുമെന്ന് ഉറപ്പില്ലാത്തതാണ് പ്രശ്നം. മാത്രമല്ല, നേരത്തെ നിശ്ചയിച്ച നിരക്കിൽ തന്നെ ഭക്ഷണം എത്തിക്കേണ്ടിയും വരും. ഇത് വലിയ ബാധ്യതയാണ്. വരുമാനത്തിൽ 300 കോടി ക്ലബിൽ തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. യാത്രാ വരുമാനത്തിൽ റെക്കോർഡിട്ട തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ. 2025-26 സാമ്പത്തിക വർഷത്തിൽ 300 കോടിയിലധികമാണ് തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷന്റെ വരുമാനം. 319.21 കോടി രൂപയാണ് സ്റ്റേഷൻ നേടിയത്. 288.32 കോടിയാണ് മുൻവർഷത്തെ നേട്ടം. ഏറ്റവും കുറവ് വരുമാനം ലഭിച്ചത് കോട്ടയം റെയിൽവേ സ്റ്റേഷനിലാണ്. 100 കോടി തൊടാൻ പോലും കോട്ടയം സ്റ്റേഷന് കഴിഞ്ഞിട്ടില്ല. 89.53 കോടിയാണ് ഈ വർഷത്തെ കോട്ടയം റെയിൽവേ സ്റ്റേഷന്റെ വരുമാനം. കഴിഞ്ഞ തവണ 87.55 കോടിയായിരുന്നു വരുമാനം. 267.50 കോടി രൂപ നേടി എറണാകുളം ജംഗ്ഷൻ രണ്ടാം സ്ഥാനത്തുണ്ട്. മുൻ വർഷത്തിൽ നിന്ന് 17.55 കോടി രൂപയുടെ വർധനവാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് കൂടുതൽ വരുമാനമുള്ള മൂന്നാമത്തെ റെയിൽവേ സ്റ്റേഷൻ കോഴിക്കോടാണ്.